80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും നമ്മുടെ സിറ്റുവേഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു അംബ്രല്ലയുടെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് ഈ ഒരു ടൂൾ ഇസ്ബാർ ടൂളിൻ്റെ അകത്തെ 6 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, റെക്കമെൻഡേഷൻ. അത് നെഗറ്റീവ് അല്ലെങ്കിൽ വീക്ക്നെസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിനുപരിയായിട്ട് ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ഹാവ് റെക്കഗ്നൈസ്ഡ് ഇൻ യുവർ സെൽഫ്. എന്നിട്ട് അത് നമുക്ക് എങ്ങനെ അത് ആ ഒരു നെഗറ്റീവ് പോസിറ്റീവായിട്ട് ട്വിസ്റ്റ് ചെയ്യാം, അതായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. അപ്പം അവരെപ്പോഴും ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ളത്. അപ്പം അതിനകത്ത് സാലറി ചോദിക്കുന്നത്, നമ്മൾ റിയലി പാഷനേറ്റ് ആണ് ഈ പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് വേണ്ടിയെന്ന് നിങ്ങൾക്ക് ഇത് അവരെ കൺവേ ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ ചോദിക്കുക. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി റെസ്റ്റോറൻറ്റ് ലെവലിലുള്ള ഒരു മാനേജറായിട്ട് ഞാനിപ്പോൾ ഇതിന് ഇൻ്റർവ്യൂവിന് വേണ്ടി, കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അപ്പം അതിന് വേണ്ടി ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവരോട് ചോദിച്ചു അവരെന്ത് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നതെന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഔട്ട്സ്പോക്കൺ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഷാലു ജെയിനാണ്. ചേച്ചി നമ്മളോട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ചാനൽ. ഒന്ന് ബ്രീഫായിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സ്ട്രക്ചർ ഒന്ന് എങ്ങനെയായിരിക്കും, ഇൻ്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? ഡെഫിനറ്റ്ലി ഇതൊരു ഡിസ്ക്ലൈമറായിട്ട് ആദ്യം പറയുവാണ്, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകണം ഇൻ്റർവ്യൂവിന് പോകാൻ. ഈ പറയുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ടൈം ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിനായിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിൽ, ഒരു ന്യൂസിലൻഡിലെ ഒരു ഇൻ്റർവ്യൂ സ്ട്രക്ചറിനെ പറ്റി പറയുമ്പം ആദ്യം ഒരു വാം അപ്പ് സെഷൻ പോലെ കാണും. പിന്നെ രണ്ടാമത്തെ മെയിൻ സെഷൻ അല്ലെങ്കിൽ 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും നമ്മുടെ സിറ്റുവേഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു അംബ്രല്ലയുടെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. സിനാരിയോ ബേസ്ഡ്, അതായത് നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ നമ്മൾ ക്യാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 4 ഡൊമെയിൻസ് ഉണ്ട് നഴ്സിംഗ് കൗൺസിലിൻ്റെ അകത്ത്. അതിനെ ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് തന്നെ പോവുക, അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി. പക്ഷേ ഈ ഒരു ബിഹേവിയറൽ അല്ലെ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുമ്പം ഒരു ആൻസറും, നിങ്ങൾ പറയുന്ന ഒരു ആൻസറും തെറ്റോ ശരിയോ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലൊരു 0 to 4 അല്ലെ 0 to 3 സ്കെയിൽ, ഒരു മാർക്കിംഗ് സ്കെയിലുണ്ട് അവരുടെ കയ്യിൽ. അപ്പം എപ്പോഴും നിങ്ങളൊരു സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് പറയുമ്പം അന്ന് സാവിച്ചേട്ടൻ പറഞ്ഞ മാതിരി തന്നെ എക്സാമ്പിൾസ് വെച്ച് തന്നെ പറയാൻ നോക്കുക. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇസ്ബാർ ടൂൾ, അതായത് ഐഡൻറ്റിഫൈ, സിറ്റുവേഷൻ അസസ്മെൻറ്റ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, റെക്കമെൻഡേഷൻ, ആ ഒരു ലെവലിലായിരിക്കണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പോകുന്നത്. അപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിളായിട്ട് ഡെഫിനറ്റ്ലി ചോദിക്കുന്ന ഒരു, അല്ലെ മോസ്റ്റ് ഡെഫിനറ്റ്ലി എന്ന് തന്നെ പറയാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് പേഴ്സണാലിറ്റി. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, കോൺഫ്ലിക്റ്റ് എന്നാവാം അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് പേഴ്സണാലിറ്റി, ഇതിൻ്റെ രണ്ടും ആൻസർ അവർ എയിം ചെയ്യുന്നത് ഒരേ ഇതാണ്. അപ്പം നമ്മളൊരു 1-2 സെൻറ്റൻസ് നിങ്ങളൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇതല്ല, ഇറ്റ്സ് മോർ ഓഫ് എ റിഫ്ലക്ഷൻ ഓഫ് അതർ പേഴ്സൺ ആണ്. അപ്പം നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ 1-2 സെൻറ്റൻസ് ആയിട്ട് പറയുക. പിന്നെ ട്രൈ ടു എക്സ്പ്ലെയിൻ എന്തെങ്കിലും ഒരു കേസ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ ചെയ്തിട്ടിരിക്കുന്ന ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ പ്രീവിയസ്ലി നടന്നിട്ടുള്ള ഒരു എക്സാമ്പിളിനെ പറ്റി അത് പറയുക. അപ്പം കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് ഈ ഒരു ടൂൾ ഇസ്ബാർ ടൂളിൻ്റെ അകത്തെ 6 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, റെക്കമെൻഡേഷൻ. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ വോട്ട് യു ഹാവ് ലേൺ ഫ്രം ദ പ്രീവിയസ് എക്സ്പീരിയൻസ്, അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു 4 മാർക്ക് അല്ലെ ഡെഫിനറ്റ്ലി അതിൻ്റെ ഹൈ സ്കോർ നമ്മൾക്ക് കിട്ടണമെങ്കിൽ 6 എന്നുള്ള വേർഡ് നിങ്ങൾ, അതിലെ റെക്കമെൻഡേഷൻ, നിങ്ങൾ എന്താണ് അതിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പഠിച്ചതെന്നുള്ളത് അത് നിങ്ങൾ പറഞ്ഞിരിക്കണം ഡെഫിനറ്റ്ലി. അതെ അതെ അതെ. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇതിനകത്ത് പറയുമ്പം അപ്പം എപ്പോഴും നമ്മൾ കോൺഫ്ലിക്റ്റ് ഇല്ല എന്ന് സാവിച്ചേട്ടൻ ഇത് പറഞ്ഞു, കോൺഫ്ലിക്റ്റ് ഇല്ല എന്ന് പറയരുത്. അവർ നമ്മളുടെ പേഴ്സണാലിറ്റി അല്ല അവിടെ അത് നോക്കുന്നത്, അതായത് ഹൗ യു ക്യാൻ റിസോൾവ് എ സിറ്റുവേഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതായത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫൈറ്റോ അല്ലെ അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല, 2 പേര് തമ്മിലുള്ള ഒരു ഡിസഗ്രിമെന്റ് പോലും നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റുന്നതാണ്. അപ്പം ഇല്ലാന്ന് പറയുന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് റിസോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ആ ഒരു ക്വസ്റ്റ്യനിൽ കൂടി എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ചാർജ് നഴ്സിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത്. ചൈൽഡിഷ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഒരു പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പം ഡെഫിനറ്റ്ലി ഇപ്പം വർക്ക് പ്ലേസ് ബുള്ളിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ സീനിയർ ലെവലിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എപ്പോഴും
അവർ നോക്കുന്നത് രണ്ടുപേര് നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും നിങ്ങൾ അതെങ്ങനെ റിസോൾവ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അതൊരു ഹൈറാർക്കി ഉണ്ടല്ലോ നമുക്ക്. അതായത് ഫസ്റ്റ് നമ്മൾ നേരിട്ട് അത് സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ്. അതെ. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം ഒരു തേർഡ് പേഴ്സണെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ മാതിരി 4 ഡൊമൈൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ നമ്മൾ ഒരു ഡെഫിനറ്റ്ലി വാം-അപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ആദ്യം അതായിരിക്കും ചോദിക്കുന്നത്. ഒരു എന്താ നമ്മുടെ നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് അങ്ങനെ. അപ്പം എല്ലാവരും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് അത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു ആൻസറാണ്. പക്ഷേ കുറച്ചും കൂടി നമ്മൾ എല്ലാവരെ കഴിഞ്ഞും ഒരു എബവ് സ്റ്റാൻഡേർഡിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റ് നിങ്ങൾ എങ്ങനെ റിസോൾവ് ചെയ്യാൻ, അല്ലെ അതിന് ഏബിളാണ്, ട്രൈ ടു റിമെയിൻ കാം അണ്ടർ എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പേഷ്യൻ്റ് സേഫ്റ്റിയുടെ അഡ്വക്കേറ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് കൂടുതലായിട്ട് പറയേണ്ടത്. തീർച്ചയായിട്ടും അതെടുത്ത് പറയാം. പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അഡ്വക്കേറ്റ്. അതായത് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സിനാരിയോയിൽ ഈവൻ ഡോക്ടർ അങ്ങനെ ചെയ്തെങ്കിലും ഞാനതിൽ കൺസേൺഡ് ആയിരുന്നു. അപ്പോൾ ഞാനത് എനിക്ക് കൺസേൺഡ് ആയിട്ട് ഞാൻ ഡോക്ടറെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഈ ഇപ്പോൾ ഒരു പ്രത്യേക മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, അപ്പോൾ ഇതിന്റെ സൈഡ് എഫക്ട് ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അത് സ്ട്രൈക്ക് ചെയ്യും. കാരണം there you are showing you are educating the patient. അതെ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ടീം വർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി നമ്മളെ എങ്ങനെ സെല്ല് ചെയ്യാവുന്നുള്ള രീതിയിൽ നന്നായിട്ട് പറയുക. പിന്നെ നെഗറ്റീവ് അല്ലെങ്കിൽ വീക്ക്നെസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ എഗെയിൻ നമ്മൾ ഇല്ല എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ നമുക്ക് വീക്ക്നെസ് ഉണ്ടെന്ന് അറിയാവുന്നത് അവർക്കും അറിയാം, നമുക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത് പറയുമ്പം ഇല്ല എന്ന് പറയുന്നതിനുപരിയായിട്ട് ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ഹാവ് റെക്കഗ്നൈസ്ഡ് ഇൻ യുവർ സെൽഫ്. എന്നിട്ട് അത് നമുക്ക് എങ്ങനെ അത് ആ ഒരു നെഗറ്റീവ് പോസിറ്റീവായിട്ട് ട്വിസ്റ്റ് ചെയ്യാം, അതായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. അപ്പം നിങ്ങൾക്കിപ്പം നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റിയ ഒരു എക്സാമ്പിളാണ് ഡെലിഗേഷൻ. അപ്പം ഇവിടെ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ്. ഇപ്പം നമ്മൾ വേറൊരു കൾച്ചറിൽ നിന്ന് വരുമ്പം നമുക്കെപ്പോഴും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളോട് ഹെൽപ്പ് ചോദിക്കാൻ നമ്മൾ റിലക്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം അവരെ ഡെലിഗേറ്റ് ചെയ്യാൻ പാടാണ്. അപ്പം അത് നമ്മുടെ ഒരു നമ്മളൊരു കൾച്ചറലി നമുക്കുള്ള ഒരു പ്രശ്നമാണ് അത്. അപ്പം അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, എനിക്കറിയാം അതെങ്ങനെ, അത് നിങ്ങൾ എന്താണ് അതിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അത് പോസിറ്റീവ് ആക്കി പറയുക. അതിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വർക്ക് പ്രഷർ ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ്സ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് തിങ്, ബട്ട് സംടൈംസ് ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്. ഐ ആസ്ക് ഫോർ ഹെൽപ്പ്. ആസ്കിങ് ഫോർ ഹെൽപ്പ് അത് അവൻ നമ്മൾ പേഴ്സണലി ചിന്തിക്കുകയാണെങ്കിൽ ചില സമയത്ത് എനിക്ക് ക്യാപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറഞ്ഞത് നെഗറ്റീവ് എലമെന്റ് ചേർക്കാം. പക്ഷെ അവർ ചിന്തിക്കും ഓക്കെ സോ ഇഫ് യു ആർ അണ്ടർ പ്രഷർ യു ആസ്ക് ഹെൽപ്പ്, ദാറ്റ്സ് വാട്ട് യുവർ മാനേജർ വാണ്ട്സ്. അല്ലേ? അതെ. പിന്നെ നമ്മൾ ഇപ്പം പറഞ്ഞ മാതിരി തന്നെ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഇപ്പം 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്ന ഒരു ജോബിനെ സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കും. ഇപ്പം ഓർത്തോപീഡിക് വാർഡിലേക്ക് അല്ലെ ഒരു സർജിക്കൽ എക്സ്പീരിയൻസ് ആണ് അവർ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ അവർക്ക് സിനാരിയോ നിങ്ങളിപ്പം ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മളൊരു റീഹാബിലിറ്റേഷൻ വാർഡിലേക്കുള്ളൊരു ജോബാണെങ്കിൽ നിങ്ങൾ ആ പേഷ്യൻറ്റിനെ ക്ലോസർ ടു ഡിസ്ചാർജ് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും മൾട്ടി ഡിസിപ്ലിനറി ടീം വഴി അവരുടെ ഇൻപുട്ട് വഴി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ വാർഡിൽ എഗെയിൻ ചേർന്ന് പറഞ്ഞ മാതിരി ആരെങ്കിലും അറിയാമെങ്കിൽ അവരോട് ചോദിക്കുക, അവർക്ക് എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്നുള്ളത്. അവർ ചിലപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വാർഡ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് ഫെമിലിയർ ആവുക. പിന്നെ ജെറി, ഞാനൊരു ലാസ്റ്റ് കാര്യം കൂടി ഇന്റർവ്യൂവിനെ പറ്റി ബ്രീഫ്ലി പറയാനുള്ളത്, എഗെയിൻ ഞാൻ ഈ ഒരു കാര്യം നെഗറ്റീവായിട്ടല്ല പറയുന്നത്. അവരെപ്പോഴും ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ളത്. അപ്പം എഗെയിൻ ഞാനത് ഈ ഒരു റീസെൻ്റ്ലി ഒരു ഫീഡ്ബാക്ക് കേട്ടതാണ്. അവർ ഇന്ത്യൻ നഴ്സുമാരെന്ന് എടുത്ത് പറഞ്ഞില്ല കേട്ടോ, പക്ഷേ ഇൻ്റർനാഷണൽ നഴ്സുമാരെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പം അതിനകത്ത് സാലറി ചോദിക്കുന്നത്, അപ്പം എല്ലാവരും ഞാനും ജെറിനും എല്ലാവരും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും അതാണ് ഏറ്റവും ബെസ്റ്റ് സാലറി തന്നെ അതെ റോങ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ഒരു സാലറി ചോദിക്കുമ്പം ഇവർക്ക് ഇന്റർവ്യൂ പാനലിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സിൽ നിന്നുള്ളവരായിരിക്കണം എന്നില്ല. അവരിപ്പം ചാർജ് നേഴ്സ് അല്ലെ എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. അവർ ആ ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ തരാൻ അവരെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. അപ്പം പറ്റുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എഗെയിൻ ഒരു നെഗറ്റീവ് ഒരു മെസ്സേജ് കൺവേ ചെയ്യാതെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ഹോൾഡ് ചെയ്യുക. അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി HR-ൽ നിന്ന് നിങ്ങൾ നമുക്ക് ഇത് കിട്ടുമ്പം ജോബ് ഓഫർ കിട്ടുമ്പം ആ ഒരു ക്വസ്റ്റ്യൻ അന്നേരം നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ റേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാതെ നമുക്കതിനുള്ള റൈറ്റ് ഇല്ല എന്നല്ല ഞാനിപ്പോൾ പറയുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ, കാരണം അവർക്ക് തരാൻ പറ്റാത്ത ഒരു ആൻസറിന് വേണ്ടി നമ്മൾ ചോദിച്ച് വെറുതെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കണ്ടെന്ന് മാത്രമാണ് ഞാൻ
അത് ആ ഒരു ഇത് പറഞ്ഞത് വഴി ഉദ്ദേശിക്കുന്നത്. അപ്പം അത് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പിന്നത്തേക്ക് ചോദിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് പകരം നമുക്ക് ഇപ്പോൾ ഒബിയസ്ലി തീർച്ചയായിട്ടും നമ്മൾ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അവർ ചോദിക്കും ഹാവ് യു ഗോട്ട് എനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ചേച്ചി സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ? നമ്മൾ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നല്ലതല്ലേ? അപ്പം അങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പറ്റുന്നത്? അപ്പം നമുക്ക് ജെറിൻ പറഞ്ഞ മാതിരി ഒന്നും ഇല്ലാന്ന് പറയുമ്പം എഗെയിൻ നമ്മുടെ ഒരു പാഷൻ അവർക്ക് ഒരു സസ്പീഷ്യസ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ റിയലി പാഷനേറ്റ് ആണ് ഈ പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് വേണ്ടിയെന്ന് നിങ്ങൾക്ക് ഇത് അവരെ കൺവേ ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ ചോദിക്കുക. ഇപ്പം നമുക്ക് കിട്ടുന്ന ഓറിയൻറ്റേഷനകത്ത് എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, എത്ര നാൾ ഓറിയൻറ്റേഷൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പോസ്റ്റ് ഗ്രാഡായിട്ട് ചെയ്യാൻ പറ്റുന്ന, പോസ്റ്റ് ഗ്രാഡ് ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഒന്നും നിങ്ങൾ അതിനെപ്പറ്റി അത്ര ലെവലിൽ നിങ്ങൾക്ക് അതിപ്പോൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓറിയൻറ്റേഷൻ അതൊരു സിമ്പിൾ തിങ് ആണ്. അവർ പറയാൻ ഏബിളാണ്. കാരണം അവർ ആ ഒരു ബോർഡിലത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്ലിനിഷ്യൻസ് ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്നതിനുപരിയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. അതെ. അപ്പോൾ അതേപോലെ തന്നെ ചേച്ചി പറയണ്ടായി ഒത്തിരി ആളുകൾ ഇപ്പോൾ റെസ്റ്റ് ഹോമുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ റെസ്റ്റ് ഹോം ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചേച്ചിക്ക് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നതൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? റെസ്റ്റ് ഹോംസും ഈ നമ്മുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഡൊമൈൻസ് എല്ലാം റെസ്റ്റ് ഹോം സെറ്റിങ്സ് ആണെങ്കിലും ഹോസ്പിറ്റൽ സെറ്റിങ്സ് ആണെങ്കിലും ഇപ്പം രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ഡൊമൈൻസ് എല്ലാം. അപ്പം ഞാൻ റീസെൻ്റ്ലി റെസ്റ്റ് ഹോം ലെവലിലുള്ള ഒരു മാനേജറായിട്ട് ഞാനിപ്പോൾ ജെറിൻ ഇതിന് ഇൻ്റർവ്യൂവിന് വേണ്ടി, കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അപ്പം അതിന് വേണ്ടി ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവരോട് ചോദിച്ചു അവരെന്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്നുള്ളത്. അപ്പം അവരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മോസ്റ്റ്ലി സിറ്റുവേഷണൽ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ്, ഈ കോൺഫ്ലിക്റ്റ്, പേഷ്യൻറ്റ് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ, ഒരു ഫാമിലി കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്നു, അതൊക്കെ കുറച്ചും കൂടി റെസ്റ്റ് ഹോം ലെവലിൽ ഇപ്പോൾ ഈ കംപ്ലയിൻസിനെ പറ്റിയൊക്കെ കുറച്ചും കൂടി ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പം ഇപ്പോൾ കംപ്ലയിൻറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു എക്സാമ്പിൾ പറയുക പെട്ടെന്ന്. പിന്നെ ഇപ്പം 10 out of 10 ടൈംസിനും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഹെൽത്ത് ആൻഡ് ഡിസബിലിറ്റി ആക്ടിൽ 10 റൈറ്റ്സിൽ ലാസ്റ്റാണ് റൈറ്റ് ടു കംപ്ലയിൻ. അപ്പം ഡെഫിനറ്റ്ലി കംപ്ലയിൻറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ക്വാളിറ്റി ഓഫ് സർവീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വേർഡ്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പം പിന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതിന് മുമ്പേ വിട്ടുപോയി ജെറിൻ, അവരെപ്പോഴും മാജിക് വേർഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു ഇൻ്റർവ്യൂവിൽ. ഇപ്പം നമ്മൾ ഈ നമ്മുടെ ട്രീറ്റി ഓഫ് വൈറ്റാങ്കി ആൻഡ് കൾച്ചറൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വേർഡ്സ് ആണ്. എല്ലായിടത്തും ചോദിക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പം നിങ്ങൾക്കത് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഈ 2 ടേംസ്, അതായത് ട്രീറ്റി ഓഫ് വൈറ്റാങ്കി എന്ന് പറയുമ്പം മൗറീസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ നിങ്ങൾ ബാക്കി കൾച്ചറായി അവർ അതിനകത്ത് അതിൻ്റെ ആൻസർ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. കൾച്ചറൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ളത്. അപ്പം ഈ ട്രീറ്റി ഓഫ് വൈറ്റാങ്കിക്കകത്ത് അവർ മെയിൻലി ഉദ്ദേശിക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി, 2 വേർഡ്സ് ആണ്. ഇക്വിറ്റി നിങ്ങൾ മാക്സിമം ആ ഒരു ട്രീറ്റി ഓഫ് വൈറ്റാങ്കി പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ എപ്പോഴും നോക്കുന്ന ഒരു മാജിക് വേർഡ്, അതാണ് ഞാൻ പറഞ്ഞത്, യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പം അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പം ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതായത് ഒരു ടോൾ ആൻഡ് ഷോർട്ട് പേഴ്സണ് നമ്മൾ 2 സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ട്, അതായത് ഇക്വിറ്റി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ടോൾ ആയിട്ടുള്ള ആൾക്ക് ചെറിയത് കൊടുത്ത് ഷോർട്ട് ആയിട്ടുള്ള ആൾക്ക് വലുത് കൊടുത്ത് അവർക്ക് ഈക്വൽ ഔട്ട്കം കിട്ടുക. അതാണ് ഇക്വാലിറ്റി. ഇക്വിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇക്വിറ്റി എന്നുള്ളത് അവരും ട്രീറ്റി ഓഫ് വൈറ്റാങ്കിയുടെ ന്യൂ പ്രിൻസിപ്പിൾ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം അത് 1-2 സെന്റൻസ് അതിനെപ്പറ്റി നന്നായിട്ട് പറയാൻ പ്രിപ്പയർ ചെയ്യുക. ഞാൻ മുമ്പേ പറയണം ഉദ്ദേശിച്ചതാണ്, വിട്ടുപോയി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചേച്ചി ഇപ്പോൾ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത, എന്നാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ഇൻ്റർവ്യൂവിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫനാവ്. ഫനാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ മൗരി ടേം ഫോർ ഫാമിലി, അതായത് കുടുംബം. ഇവിടുത്തെ മാവോരി പേഷ്യൻസ് ആണെങ്കിലും മൊത്തത്തിൽ ഏത് പേഷ്യൻസ് എടുത്താലും ഫാമിലി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്നവരും ആഗ്രഹിക്കുന്ന അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എങ്ങനെ ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് പേഷ്യൻറ്റ്, ഈവൻ ആ ഒരു സിനാരിയോ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ്, നിങ്ങൾക്ക് ആ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ ഇൻവോൾവ് ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ഈ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ ഈ ഫാമിലി ഇൻവോൾവ്മെന്റ് നിങ്ങൾ ആഡ് ചെയ്യുക. തീർച്ചയായിട്ടും അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണല്ലോ. അപ്പം അതായത് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ വേർഡ്സ്, അതായത് ഇവരുടെ കൾച്ചറിനോട് അപ്രോപ്രിയേറ്റ് ഉള്ള, ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന മാതിരി ഇപ്പം നമ്മൾ HDCAയുടെ കാര്യം പറഞ്ഞപ്പം ഈ റൈറ്റ്സ്, ഇങ്ങനത്തെ ഉള്ള ഈ പ്രിൻസിപ്പിൾസ്, ഇങ്ങനത്തെ വേർഡ്സ് എല്ലാം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ
ഇൻ്റർവ്യൂവിൽ പറയുമ്പം അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ഒരു കൾച്ചറിനോട് അവെയർ ആണ് എന്നുള്ളത് കൊടുക്കുന്നത് വഴി നമുക്കൊരു പോസിറ്റീവ് ഇംപ്രഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ പലപ്പോഴും ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിയ ഓറ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ കിയ ഓറ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ വെൽക്കം ആണ്, ഹലോ വെൽക്കം, ഹലോ പറയുന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു ടേംസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. കുറച്ചൊക്കെ ഈസി ആയിട്ടുള്ള ആ ഒരു ടേംസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുകയും അത് ഈവൻ ചെറിയൊരു തെറ്റ് വന്നാൽ, പ്രൊനൗൺസിയേഷനിൽ തെറ്റ് വന്നാൽ പോലും ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയുണ്ടാവുള്ളൂ അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ചേച്ചിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് വിഷയം. നമ്മളിപ്പം പറഞ്ഞ മാതിരി ഏറ്റവും നന്നായിട്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ട് മാക്സിമം നന്നായി പ്രിപ്പയർ ചെയ്തോട്ട് തന്നെ ഇൻ്റർവ്യൂവിന് പോവുക. അല്ലാതെ അപ്പം നമ്മൾക്ക് ചോദിക്കുന്നത് പറയാമെന്നുള്ളൊരു നമ്മൾ ഡെഫിനറ്റ്ലി എല്ലാവരും അങ്ങനെ ഏബിൾ ആയിരിക്കും, അല്ല എന്നല്ല കേട്ടോ. പക്ഷെ കുറച്ചും കൂടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം എഗെയിൻ സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് അവിടെ ആ ഒരു കുറച്ച് ലിമിറ്റഡ് ടൈം കൊണ്ട് നിങ്ങളെ സെല്ല് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും തിരക്കേറിയ ഒരു ഫാമിലി വർക്ക് ലൈഫിനിടയിൽ നമ്മുടെ ചാനലിൽ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ചേച്ചിക്ക് വലിയ ഉപകാരമില്ലാത്ത കാര്യം എന്നാൽ വീഡിയോ കാണുന്നവർക്ക് 100% യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ചേച്ചി ഷെയർ ചെയ്തത്. അങ്ങനെയില്ല ജെറിൻ, എപ്പോഴും നമ്മളൊരു കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാരണം നമ്മളെല്ലാം ഈ ഒരു സെയിം ഇതിൽ കൂടി വന്നിട്ടുള്ളതാണ്. അപ്പം എപ്പോഴും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്.